മാത്രമല്ല, ഈ മുസ്ലിം ഭീകരർ നടത്തുന്നത് ലോകത്താകമാനം ഈ മുസ്ലിം ഭീകരരുടെ ഇതുപോലുള്ള കൊലകൾ അത് ഓരോ രാജ്യത്തും ഓരോ വിഭാഗത്തെയാണ്. ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഹിന്ദുക്കളോടാണെങ്കിൽ മറ്റ് രാജ്യങ്ങളില് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ കൊലയും ചെയ്ത് അവർ ജിഹാദി പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. എന്നാൽ നമുക്കറിയാം, കേരളത്തിലെ ഇതിനു മുമ്പും ജിഹാദി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആറാടും പൂത്തുറയും ഒക്കെ മലബാർ കലാപം ഉൾപ്പെടെ പല ജിഹാദി പ്രവർത്തനങ്ങളും ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഹിന്ദു സമൂഹത്തിന്റെ ഒരു ഒത്തൊരുമയുള്ളത് കൊണ്ട് RSS എന്ന പ്രസ്ഥാനം ഇന്ത്യയൊട്ടാകെ അലയടിക്കുന്നത് കൊണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ടും അവരുടെ ജിഹാദി പ്രവർത്തനത്തിന് ഒരു അയവ് വന്നിരിക്കുകയാണ്. എന്നാൽ ബംഗ്ലാദേശിൽ അങ്ങനെയല്ല. ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവര് തീരെഴുതി മേടിച്ചുകൊണ്ട് ഇന്നുള്ള ഹിന്ദുക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിന്റെ നാമകരണമുള്ള ഒരാളുകളെ പോലും ജീവിക്കാൻ അനുവദിക്കാതെ അവർക്ക് ഒരു രീതിയിലുള്ള ബിസിനസ് നടത്താൻ പറ്റത്തില്ല. അവർക്ക് ജീവിക്കാൻ നടക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഈ ജിഹാദികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലും വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത പോലെയാണ് ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ. നമ്മൾ പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന പല ജിഹാദി പ്രവർത്തനം ഇടത് വലത് സർക്കാരുകൾ, ഇടത് വലത് മുന്നണികൾ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഈ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ചു പൊറപ്പിക്കത്തില്ല എന്ന് ഹിന്ദു ഐക്യവേദി കേരളത്തിലാകമാനം പറഞ്ഞുകൊണ്ടാണ് ഇന്നിതുപോലെയുള്ള സദസ്സുകളും പ്രതിഷേധങ്ങളും നടത്തുന്നത്. ഹിന്ദു ഐക്യവേദി കൂടാതെ വിവിധ ഹിന്ദു സംഘടനകളും ഇതിന്റെ ഒപ്പമുണ്ട്. ഇനി ഇത് തുറന്നു കൊണ്ടുകഴിഞ്ഞാൽ അതിനുവേണ്ട നടപടികൾ എടുക്കുവാൻ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാവും. നമ്മൾക്കറിയാം, ഒരു സമയത്ത് ഇവിടെ പറഞ്ഞു നടന്നായിരുന്നു കുന്തിരിക്കവും അവലും മലരും ഒക്കെ സൂക്ഷിക്കാൻ. ഇന്ന് ആ പറയുന്ന ആളുകൾ എവിടെയുണ്ടെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ ചെയ്യുവാൻ അറിയാവുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട. അതിന് വേണ്ട കൈകാര്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. ഇതിനെതിരെ കേരളത്തിലുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിനെതിരായുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നതിനാണ് ഇങ്ങനെയൊരു മീറ്റിങ്ങുകൾ ആരംഭിക്കുന്നത്. ഇത് കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ സംസാരിക്കുന്നതിനായി നമ്മുടെ കോട്ടയം ജില്ലയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ തുമ്മൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെയും വിവിധ സംഘ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും പോലീസ് അധികാരികൾക്കും അതുപോലെ ഇവിടെയുള്ള എല്ലാവിധ നാട്ടുകാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളോട് സംസാരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദിയുടെ കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനത്തിനെ ക്ഷണിക്കുന്നു. भारत माता की
ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ബംഗ്ലാദേശ് നമുക്ക് ഏവർക്കും അറിയാം. ബംഗ്ലാദേശ് എങ്ങനെയാണ് രൂപം കൊണ്ടത്, അതിനുവേണ്ടി എന്ത് സഹായമാണ് ഭാരതത്തിൽ നിന്നുണ്ടായത്, ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പാർട്ടി വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ ഭാരതത്തിന്റെ സൈനികർ അവർ വഹിച്ച പങ്കും, അന്നത്തെ ഭാരത ഗവൺമെന്റ് വഹിച്ച പങ്കും, അതിന്റെ ഫലപ്രാപ്തിയായിരുന്നു ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ടായത്. ആ ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ടായപ്പോൾ നാളിതുവരെ ഏതാണ്ടൊരു 4 വർഷം മുമ്പ് വരെ അവർ ഭാരതത്തിന്റെ സൗഹൃദ രാജ്യമായിരുന്നു. ഭാരതത്തിന്റെ ഉപ്പും ചോറും, ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുള്ള അരിയും, അതുപോലെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുള്ള പല സാധനങ്ങളും ഏറ്റുവാങ്ങി അവർ അവരുടെ ജീവിതചര്യ നടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ഹിന്ദു വിഭാഗങ്ങളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പാഴ്സികളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അങ്ങനെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ധാരാളം മതസ്ഥരവിടെ സാധാരണ ജീവിതം നയിച്ചു കൊണ്ടുപോന്നിരിക്കുന്ന ഒരു അവസരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന, ആ സംഘടന അവിടെ ശക്തി പ്രാപിക്കുകയും ആ സംഘടനയുടെ പ്രവർത്തനത്തിൽ കൂടെ ഒരു ജിഹാദി രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശം നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 3-4 വർഷമായി ബംഗ്ലാദേശിൽ അവരുടെ ജീവിതം അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ആ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ജനതയാണ് ഹിന്ദു സമൂഹം. ആ ഹിന്ദു സമൂഹത്തിനെ ഇന്ന് ചീന്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹാദിസം നടപ്പാക്കാൻ വേണ്ടി, ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി, ഭാരതത്തിന്റെ ഉപ്പും ചോറും തിന്നു വളർന്ന ഈ നരാധമന്മാർ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഈ കഴിഞ്ഞ പഹൽഗാമിൽ നടന്നത് എന്താണെന്നും ആരാണ് പഹൽഗാമിൽ ഈ കാര്യങ്ങൾ നടത്തിയതെന്നും നമ്മളിനി ഓരോരുത്തരും അറിയേണ്ട കാര്യമില്ല. നമുക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാം. പഹൽഗാമിൽ മതം നോക്കി ആരെ വെടിവെച്ചു കൊണ്ട ഒരു വിഭാഗം, ആ വിഭാഗം ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലും അഴിഞ്ഞാടുകയും പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രത്യേക സാമുദായിക വ്യവസ്ഥിതിയിൽ കൂടി അവർ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട വളം ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ജീവിതം ഇന്ന് ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബംഗ്ലാദേശിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏവർക്കും അവബോധമുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെയും നമ്മൾ അറിയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ജിഹാദിസത്തിനെതിരെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നഗരങ്ങളിൽ ഈ ജിഹാദിസത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി അത് കേരളത്തിന്റെ ജില്ലകൾ തോറും അത് ഇന്നത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളുടെയും ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ ബംഗ്ലാദേശിൽ നടന്ന നരഹത്യക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. എന്താണ് ബംഗ്ലാദേശിൽ നടന്നത്? കഴിഞ്ഞ 6-7 മാസം മുമ്പ് അവിടെ ഏതു വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാമെന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ട് ആ റിസർച്ചിന്റെ ഫലമായി എങ്ങനെ
ന്യൂനപക്ഷ സമൂഹത്തെ എങ്ങനെ അടിച്ചമർത്താം എന്ന് കൃത്യമായ അജണ്ടയോടുകൂടി കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ച് കൃത്യമായ രീതിയിൽ അത് നടപ്പാക്കി ഹിന്ദു സമൂഹത്തെയും ന്യൂനപക്ഷ സമൂഹത്തെയും ആക്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നമുക്കറിയാം, കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ആ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുന്നത് കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ഒരു ഹിന്ദു സമൂഹത്തെ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിനും ആക്രമിക്കുന്നതിനും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ അജണ്ടയോട് കൂടിയാണ് അവിടെ ഈ കാര്യങ്ങൾ നടത്തിയതെന്നുള്ളത് നമ്മളേവരും മനസ്സിലാക്കിയതാണ്. അത് ഏതാണ്ട് ഒരു വിധത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ തീർന്ന കഴിഞ്ഞപ്പോഴാണ് അതിന് നേതൃത്വം കൊടുത്ത ആ വിദ്യാർത്ഥി നേതാവ്, ആ വിദ്യാർത്ഥി ജിഹാദി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ നേതാവ് അയാളെ ഏതോ അക്രമകാരികൾ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ് അത് അവാമി ലീഗിന്റെ ആൾക്കാരാണ് അവര് ഭാരതത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണെന്നുള്ള വ്യാപകമായ പ്രചരണത്തിന്റെ ഭാഗമായി, തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായി അവർ ഭാരതത്തെ ആക്രമിക്കാനും ഭാരതത്തിന്റെ മക്കളായ ഹിന്ദു സമൂഹത്തെ അവരെ ആക്രമിക്കാനും ഉള്ള നടപടികളിലേക്ക് നീങ്ങി. നമുക്ക് ഏവർക്കും അറിയാം, 1921 കേവലം ഒരു സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഹിന്ദു സമൂഹത്തെ മുഴുവൻ കൊച്ചൂടും നശിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ജിഹാദി പ്രസ്ഥാനം. മാനാട് നടന്നത്, അതുപോലെ പൂന്തുറയിൽ നടന്നത് എല്ലാം ഈ ജിഹാദികൾ അവരുണ്ടാക്കിയ കെണിയിലാണ് ഹിന്ദു വിട്ടുപോയത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ പ്രക്ഷോഭ പരിപാടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുവിനെതിരെയാണെങ്കിലും ഭാരതത്തിനെതിരെയാണെന്നുള്ള വിവരം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. ഒരു പ്രത്യേക മതവിഭാഗത്തെ ഏതു സമയത്തും ആക്രമിച്ചുകൊണ്ടിരിക്കുക, അവർക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക, അവരെ ഏതു സമയത്തും ജീവിക്കാൻ ഒരിക്കൽ പോലും അവരുടെ നേരെ ചുമയുള്ള ജീവിതം നടത്താൻ അവരെ സമ്മതിക്കാതിരിക്കുക, ഈ അജണ്ടകളുടെയൊക്കെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആണെന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടനയെ ഇവിടെ നിരോധിക്കുക വേണം. ജമാഅത്ത് എന്ന സംഘടനയെ ഇവിടെ ഭാരതത്തിൽ നിരോധിക്കണം. അത് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരും അതുപോലെ തന്നെ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരും എല്ലാം ഇതിനുവേണ്ടി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. PFIയുടെ പ്രതിനിധികളെല്ലാം ഇന്ന് എവിടെയാണ് കിടക്കുന്നത്? അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന നരകം പിടിച്ച അല്ലെങ്കിൽ നാശം പിടിച്ച ഈ സംഘടനയെ അതിനെയും കൂട്ടിക്കെട്ടിക്കണം എന്ന് കൃത്യമായി നമ്മളിവിടെ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ നരകത്തിയും നമുക്ക് എണ്ണി പറയേണ്ടി വരും. അതിനെല്ലാം നമ്മൾ പകരം ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഭാരതം ഒറ്റക്കെട്ടായി നിന്ന് ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മത സംഘടനകളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാടത്തത്തെ ഇവരുടെ നരഹത്യയെ എതിർക്കണമെന്ന് ഞാൻ നമ്മുടെ സമൂഹത്തോട്, ഹിന്ദു സമൂഹത്തോടും ന്യൂനപക്ഷ സമൂഹത്തോടും ആവശ്യപ്പെടുകയാണ്. വലിയൊരു പ്രസംഗം ഇവിടെ നടത്തി. ഈ കാര്യങ്ങളെല്ലാം, അവിടെ നടക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസരമാണ്. ആണെങ്കിൽ പോലും ഇന്ന് നമുക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മളിവിടെ ഈ ഹിന്ദു ഐക്യവേദിയുടെ ഈ സമര പരിപാടികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
ജയ് ഹിന്ദു ഐക്യവേദി, ജയ് ജയ് ഹിന്ദു ഐക്യവേദി. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, അങ്ങ് കിഴക്കൊരു ദേശത്ത്, അങ്ങ് കിഴക്കൊരു ദേശത്ത്, ബംഗാളിൽ ദേശത്ത്, ബംഗാളിൽ ദേശത്ത് മുസ്ലിം ഭീകരരാഷ്ട്രസേന, മുസ്ലിം ഭീകരരാഷ്ട്രസേന ഹൈന്ദവ വേട്ട നടത്തുന്നു, ഹൈന്ദവ വേട്ട നടത്തുന്നു. മുസ്ലിം ഭീകരരാഷ്ട്രസേന ഹൈന്ദവ വേട്ട നടത്തുന്നു. വിശ്വാസത്തിൽ മകുടങ്ങൾ തകർത്തു താണ്ഡവമാടുന്നു, തകർത്തു താണ്ഡവമാടുന്നു. ജിഹാദി ഭീകര തത്വങ്ങൾ, ജിഹാദി ഭീകര തത്വങ്ങൾ ഞങ്ങളുടെ സ്വന്തം സഹോദരനെ, ഞങ്ങളുടെ സ്വന്തം സഹോദരനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചും, കൂട്ടം ചേർന്ന് മർദ്ദിച്ചും, കെട്ടിയിട്ട് മർദ്ദിച്ചും, കെട്ടിയിട്ട് മർദ്ദിച്ചും ഭീകരതാണ്ഡവമാടുന്നു. കൊല്ലും കൊലയും തുടരുന്നു, കൊല്ലും കൊലയും തുടരുന്നു. ചോരപ്പുഴ ഒഴുകുന്നു, ചോരപ്പുഴ ഒഴുകുന്നു. ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. തീക്കളിയാണിത് കട്ടായം, തീക്കളിയാണിത് കട്ടായം. ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, തീക്കളിയാണിത് കട്ടായം. ജയ് ജയ് ഹിന്ദു ഐക്യവേദി, ജയ് ജയ് ഹിന്ദു ഐക്യവേദി.